തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മാനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, വിശുദ്ധ ചാവറ പിതാവിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ 1-2 വർഷങ്ങൾ അദ്ദേഹം രോഗിയായി പുറത്തെങ്ങും പോകാനാവാത്ത വിധം കിടപ്പിലായ ഒരു സമയം. അദ്ദേഹത്തിൻ്റെ മുറിയുടെ വെളിയിൽ അദ്ദേഹം ഒരു വാചകം എഴുതി വച്ചിരുന്നു: ഈ മുറിയിൽ പ്രവേശിക്കുന്നവർ ആത്മീയ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും സംസാരിക്കരുത്. വളരെ വിശുദ്ധിയോടെ തൻ്റെ ജീവിതം ജീവിച്ചു തീർത്ത ഒരാളാണ് ചാവറ പിതാവ്. തൻ്റെ അവസാന നിമിഷങ്ങളിൽ തന്നെ തേടിയെത്തുന്നവർക്ക് അദ്ദേഹം കൊടുത്ത ഒരു വലിയ തിരിച്ചറിവാണ് ആത്മീയമല്ലാത്ത ഒരു കാര്യങ്ങളിലും തനിക്ക് താല്പര്യമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയിലുള്ളത്. ഒരിക്കലൊരു സുഹൃത്ത് പറയുകയായിരുന്നു, അന്തർദേശീയമായ ഒരു സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ വളരെ വിശുദ്ധിയോടെ ജീവിതത്തെ നോക്കിക്കാണുന്ന 2 ശ്രേഷ്ഠരായ വൈദികരെ പരിചയപ്പെട്ടു. അവരോട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ഒരു ലേഖനത്തിൽ ഇങ്ങനെ കുറിച്ചിട്ടു: യേശുവല്ലാതെ മറ്റൊന്നിലും താല്പര്യമില്ലാത്ത 2 പേർ. യേശുവല്ലാതെ മറ്റൊന്നിലും താല്പര്യമില്ലാത്ത 2 പേർ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ആത്മപരിശോധന ചെയ്യാം. ഈ ഭവനത്തിൽ ആത്മീയമല്ലാത്ത ഒന്നും സംസാരിക്കരുത് എന്ന ഒരു തീരുമാനം നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ എന്നാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുക? ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ഡോക്ടറെ കുറിച്ച് ഒരാൾ ഈയിടെ പറഞ്ഞു, എപ്പോൾ ചെന്നാലും അവിടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ജപമാല കാണും, ആത്മീയ ഗാനങ്ങൾ, ആധ്യാത്മികമായ ചാനലുകൾ, മറ്റ് ലൗകികമായ ഒന്നും അവിടെ കാണാനില്ല. ഈ ഭൂമിയിൽ തന്നെ സ്വർഗം തീർക്കുന്ന ചില മനുഷ്യരുണ്ട്. തീർച്ചയായും നമുക്ക് വിശുദ്ധ ചാവറ പിതാവിൽ നിന്നും യേശുവല്ലാതെ മറ്റൊന്നിലും താല്പര്യമില്ലാത്ത വണ്ണം ജീവിതത്തെ ക്രമപ്പെടുത്തിയ വൈദികരിൽ നിന്നും നമുക്കൊത്തിരി പഠിക്കാനുണ്ട്. നമ്മുടെയും ജീവിതത്തെ ഈ വഴിയിലൂടെ ഒന്ന് ക്രമപ്പെടുത്താൻ നമുക്ക് പരിശ്രമിക്കാം.